എപ്പോഴും ട്രെൻഡിനനുസരിച്ചിട്ട് റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക ആൻഡ് പ്രോപ്പറായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ഫോറക്സ് ട്രേഡിങ്ങിൽ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നാളെ ഒരു അനലൈസ് ആയിട്ട് വീണ്ടും കാണാം. സെല്ലിലേക്ക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാവുന്നതാണ്. ആൻഡ് ബൈയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് റീസെൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെ ക്ലോസ് ചെയ്തതിന് ശേഷം കിട്ടിയ പ്രോഫിറ്റിൽ മാറുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെന്റർ. സോ നമുക്ക് ഇന്നലത്തെ അപ്ഡേറ്റ്സ് കുറച്ച് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നല്ലേ. സോ അപ്പോൾ ഇന്ന് എന്താണ് അതിൻ്റെ നമ്മൾ തന്നതിൻ്റെ അപ്ഡേറ്റ്സും ഇനി എവിടേക്കൊക്കെ ആയിരിക്കും ഗോൾഡും യൂറോ യൂസ്ഡിയും പോകാൻ പോകുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അല്ലേ. സോ നമ്മുടെ ഡയറക്റ്റായിട്ട് ചാർട്ടിലേക്ക് കിടക്കുകയാണ്. സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോൾഡ് നല്ല ബെയറിഷാണ്, അതുകൊണ്ട് തന്നെ പ്രൈസ് താഴത്തേക്ക് പൊട്ടി വീഴും എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. അതുപോലെ തന്നെ പ്രൈസ് ഈ കാണുന്ന ഏരിയയിൽ നിന്ന് റീട്രേസ് ചെയ്ത് താഴത്തേക്ക് എക്കെയിൻ ഫോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു റിയാക്ഷൻ കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ ഒരു ചെറുതായിട്ടുള്ള സ്ട്രക്ചർ ചേഞ്ച് നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിന്ന് പേഴ്സണലി ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാനിവിടെ നിന്ന് ലോങ് ഇട്ടിട്ടുണ്ട്. അതായത് ഈ ഏരിയയിൽ നിന്ന് ബൈ, അതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ഈ കാണുന്ന ഒരു 15 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി ലെവൽ വരെ ഒരു പേഴ്സണലായിട്ട് ഞാനൊരു ബൈ ഇവിടെ ഇട്ടിട്ടുണ്ട്. സോ അതിനുശേഷം ഞാൻ നോക്കാൻ പോകുന്ന ഒരു സെൽ ഏരിയ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇത് ഈ ഏരിയ അല്ലെങ്കിൽ ഒരു 1 അവറിൻ്റെ ലിക്വിഡിറ്റി എടുത്ത് കളക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ സെൽ ഓപ്പർച്യൂണിറ്റി നോക്കാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു ഏരിയയിലേക്ക് പ്രൈസ് വന്നാൽ കാണുന്നത് ഒരു 4 അവറിൻ്റെ ഒരു ഓർഡർ ഫ്ലോ ലെവലാണ്. ഈ ഒരു ഏരിയയിലേക്ക് വന്ന പ്രൈസ് അഗെയിൻ പിന്നെ ഒരു ബൈ റിയാക്ഷൻ കാണിക്കും. അത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യുന്നത് നമുക്ക് ആ റിയാക്ഷൻ നോക്കിയിട്ട് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. അതിനുശേഷം ഒരു സെൽ ഡയറക്ഷനിലേക്ക് ഒരു എൻട്രീസ് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ ആ ഒരു സെൽ ഡയറക്ഷൻ തന്നെ ഫുൾ ഫോക്കസ് ചെയ്യും. സോ ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി മേജർ നോക്കാൻ പോകുന്ന ഒരു സെൽ ടാർഗറ്റ് എന്ന് പറയുന്നത് 3998 ആൻഡ് 3800 ഈ റേഞ്ചിലേക്കൊക്കെ പ്രൈസ് ഇനി വരുന്ന ആഴ്ചകളിലൊക്കെ ആയിട്ട് വീഴുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ സെല്ലിലേക്ക് കിട്ടുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റീസും നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാവുന്നതാണ്. ആൻഡ് ബൈയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് റീസെൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെ ക്ലോസ് ചെയ്തതിന് ശേഷം കിട്ടിയ പ്രോഫിറ്റിൽ മാറുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ നമുക്ക് ഇനി യൂറോ യൂഎസ്ഡിയുടെ വ്യൂ നോക്കാം. സോ യൂറോ യൂഎസ്ഡിയുടെ വ്യൂ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഏരിയ ആൻഡ് ഈ കാണുന്ന ഏരിയ ഒരു ഡെയിലി ലെവൽ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് സെൽ FEG ലെവലിൽ നിന്ന് നമ്മൾ സെല്ല് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ കറക്റ്റ് പ്രൈസ് ഡ്രോപ്പായി ഈ കാണുന്ന ഡെയിലിയുടെ ലിക്വിഡിറ്റി ഇപ്പോൾ പ്രൈസ് എടുത്ത് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി ഈ റിയാക്ഷൻ എവിടെ വരെ നമുക്ക് പോസിബിലിറ്റി ഉണ്ടെന്ന് നോക്കാം. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന ഡെയിലിയുടെ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷമുള്ള റിയാക്ഷനിലാണ് പ്രൈസ് നിൽക്കുന്നത്. മീൻസ് ഇത് വന്ന് ഇവിടെ നിന്ന് താഴെ നിന്ന് ഒരു പുൾ ബാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന ഏരിയ വരെ നിങ്ങൾക്ക് ബൈ നോക്കാവുന്നതാണ്. ഇത് ഈ ഒരു ഏരിയ വരെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബൈ നോക്കാം. ഇത് രണ്ടും സ്ട്രോങ് ഏരിയ ഫോർ സെൽസ് ആണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് ലൈക്ക് ഈ കാണുന്ന 1.14 എന്നുള്ള ലെവലിലേക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പോൾ യൂറോസ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഏരിയയുടെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം ഒരു വി ഷേപ്പ് ആയിട്ടുള്ള ഒരു ഫോർമേഷനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരു കുറച്ചും കൂടെ മുകളിലേക്കുള്ള ഒരു പുൾ ബാക്ക് നമുക്ക് ഇനി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അറ്റ മൊമെൻറ്റ് നമുക്ക് ഒരു ബൈ ചെറിയ രീതിയിൽ ഫോക്കസ് ചെയ്യാം. ആൻഡ് ഈ കാണുന്ന ഹൈ ഒക്കെ ബെറ്റർ ആയിട്ട് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു 2 ഏരിയസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈമിലേക്ക് സെല്ല് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈ എടുക്കുമ്പോൾ നോർമലി എടുക്കുന്ന ക്വാണ്ടിറ്റി എടുക്കാതെ അതിൻ്റെ പകുതിയോ അതിൽ പകുതിയോ എടുത്ത് മാത്രം ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും ട്രെൻഡിനനുസരിച്ചിട്ട് റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുക ആൻഡ് പ്രോപ്പറായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് ഫോറക്സ് ട്രേഡിങ്ങിൽ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് നാളെ ഒരു അനലൈസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.